കർത്താവായ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് എല്ലാ ലിഗമെന്റുകളും യേശുവിന്റെ നാമത്തിൽ പുതുകി വരട്ടെ. മാംസപേശികൾ യേശുവിന്റെ നാമത്തിൽ പുതുകി വരട്ടെ. മാംസപേശികൾ പുതുകി വരട്ടെ. അസ്ഥികൾ ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങൾ മെഡിസിൻ എടുത്തിട്ടും ശരീരത്തിൽ ഒരു കുറവുമില്ലാതെ ഒരു രോഗിയായി, രോഗം ചുമക്കുന്ന പേടകമായി ഇത്ര നാൾ കഴിഞ്ഞത് ഇന്ന് പകലിൽ മതി. ഇന്ന് പകലിൽ മതി. ആരാധിച്ച് കയറി വരിക. കൈകാലുകൾക്ക് ബലം തരുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. അവിടുന്ന് രോഗസൗഖ്യ നായകൻ. ആത്മീയതയിൽ കയറി വരിക, സ്തുതിയിൽ കയറി വരിക. ലജ്ജിച്ചു പോകാൻ ഇടവരുത്താത്ത ദൈവം നമ്മുടെ നടുവിലുണ്ട്. ലജ്ജിച്ചു പോകാൻ ഇടവരുത്താത്ത ദൈവം നമ്മുടെ നടുവിലുണ്ട്. നാവുകളെ ഏൽപ്പിച്ചു കൊടുക്കൂ, അധരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ. ശക്തിയോടെ അന്യഭാഷ പുറത്തേക്ക് വരട്ടെ. ശക്തിയോടെ അന്യഭാഷ പുറത്തേക്ക് വരട്ടെ. ബലത്തോടെ അന്യഭാഷ പുറത്തേക്ക് വരട്ടെ. പരിശുദ്ധ ആത്മാവ് നമ്മുടെ നാവിനെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ ആത്മാവ് നമ്മുടെ വായുകളെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ ആത്മാവ് നമ്മുടെ മാംസപേശികളെ ശക്തിപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ഗോലിയാത്തിന് സമമായ വിഷയങ്ങൾ സ്തുതിയുടെ മുൻപിൽ അവ തകർന്നു വീഴട്ടെ. ഈ പകരം മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. പാൻക്രിയാസിലെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. കരളിലെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. എല്ലാ ക്യാൻസറും യേശുവിന്റെ മുൻപിൽ അവ ബന്ധത്തിൽ നിന്ന് വേർവിട്ടു പോകട്ടെ. അതിന്റെ വേര് ശരീരത്തിൽ നിന്ന് പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തത്തിലെ തകരാറുകൾ, എല്ലാ ആർത്രൈറ്റിസും യേശുവിന്റെ നാമത്തിൽ രക്തത്തിലെ തകരാറുകൾ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ രക്തത്തെ ശുദ്ധീകരിക്കുക. വിശ്വാസത്തോടെ ആരാധിച്ച് കയറി വരിക. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ചീഞ്ഞഴിഞ്ഞുപോയ കാര്യങ്ങൾ, ചീഞ്ഞഴിഞ്ഞുപോയ ശരീരഭാഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അത് റിസ്റ്റോർ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും ജീവികളുടെ മേലും അധികാരമുള്ള സ്വർഗത്തിനും ഭൂമിക്കും ജീവിച്ചിരിക്കുന്നവർക്കും അദൃശ്യ ലോകത്തിനും ദൃശ്യമായ ലോകത്തിനും അധികാരിയായ ദൈവപുത്രനായ രക്ഷകനായ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നിസ്തുല്യമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ദൈവ മക്കളുടെ വിടുതൽ അനുഭവിക്കട്ടെ. അവിശ്വാസത്തെ തൂക്കി വെളിയെറിയുക. എല്ലാ ചോദ്യങ്ങളും യേശുവിന്റെ മുമ്പിൽ നീങ്ങിപ്പോവും. വിശ്വസിച്ച് കയറി വരിക. Hallelujah.
പ്രിയമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവിശ്വാസത്തിന് ഇവിടെ ഇടമില്ല, ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തി ഇല്ല, നമ്മൾ മറ്റൊന്നും കേൾക്കുകയില്ല. കർത്താവിന്റെ വാഗ്ദത്തമല്ലാതെ ഒരിക്കലൊരു പിതാവ് തന്റെ മകന്റെ വിടുതലിന് വേണ്ടി യേശുവിന്റെ മുമ്പാകെ മുട്ടുമടക്കി ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്റെ മകനെ സൗഖ്യമാക്കണമേ. യേശു തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് കഴിയുമെങ്കിലെന്നോ? ഇന്ന് പകലിൽ നമ്മുടെ കർത്താവായ യേശു ചിലരുടെ ഹൃദയത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നാം അവിശ്വസിക്കുന്നു? കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് കഴിയുമെങ്കിലോ എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളെ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ പകലിൽ ദൈവത്തോട് അടുത്തു വരുമ്പോൾ നമ്മെ തന്നെ നോക്കി നമ്മൾ പറയണം, എന്റെ ദൈവത്താൽ സകലതും സാധ്യം.